ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം ഷഷ്ഠസ്കന്ധം 8-ാം അധ്യായം. രാജോവാച. യയാ ഗുപ്തഃ സഹസ്രാക്ഷ സവാഹാൻരിപുസൈനികാൻ ക്രീഡന്നിവ വിനിർജിത്യ ത്രിലോക്യാബുഭുജേ ശ്രിയം ഭഗവൻസ്തന്മമാഖ്യാഹി വർമ്മനാരായണാത്മകം യഥാ തഥായിന ശത്രൂൻ ഏന ഗുപ്തോ ജയന്മൃതേ. വിശ്വരൂപനാൽ ഇന്ദ്രൻ ഉപദേശിക്കപ്പെട്ട നാരായണ കവചം ലോകോപകാരത്തിനായി തനിക്ക് ഉപദേശിക്കണം എന്ന് രാജാവ് ശ്രീ ശുകനോട് അപേക്ഷിക്കുന്നു. ഹേ സർവജ്ഞനായ ഭഗവൻ, യാതൊരു വിദ്യയാൽ സംരക്ഷിക്കപ്പെട്ട ദേവേന്ദ്രൻ വീരസേനാപതികളോടുകൂടിയ ശത്രുസൈന്യങ്ങളെ അനായാസേന ജയിച്ചിട്ട് ത്രിലോക ഐശ്വര്യത്തെ അനുഭവിച്ചുവോ, ആ നാരായണ കവചം എന്ന മന്ത്രത്തെയും ഇന്ദ്രൻ ഏതുവിധം യുദ്ധം ചെയ്തിട്ടാണ് ശത്രുക്കളെ ജയിച്ചത് എന്ന സംഗതിയെയും അങ്ങെനിക്ക് ഉപദേശിക്കണം. ശ്രീ ശുക ഉവാച. വൃതപുരോഹിതസ്ത്വാഷ്ട്രോ മഹേന്ദ്രായാനുപൃച്ഛതേ നാരായണാഖ്യം വർമാഹ തദിഹൈകമനാശൃണു. ശ്രീ ശുകമുനി അരുളി ചെയ്തു, ഹേ രാജൻ, വിശ്വരൂപനെ പുരോഹിതനായി വരിച്ച ശേഷം മഹേന്ദ്രൻ സാവധാനത്തിൽ ചോദിച്ചതിന് ഉത്തരമായിട്ട് നാരായണ കവചത്തെ അദ്ദേഹം മഹേന്ദ്രൻ ഉപദേശിച്ചു. അതിനെ ഞാൻ അങ്ങേക്ക് ഉപദേശിക്കാം, മനസ്സിരുത്തി കേൾക്കുക. ശ്രീ വിശ്വരൂപ ഉവാച. ദൗതാംഗ്രിപാണിരാജമ്യ സപവിത്രൗദങ്മുഖഃ കൃതസാംഗകരന്യാസോ മന്ത്രാഭ്യാം വാഗ്യതശുചിഃ നാരായണമയം വർമ്മ സന്യഹേദ്ഭയ ആഗതേ. വിശ്വരൂപൻ പറഞ്ഞു, കവചം ജപിക്കുന്നതിനുള്ള അവസരത്തെയും പ്രകാരത്തെയും ആദ്യമായിട്ട് വിശ്വരൂപൻ ഇന്ദ്രൻ ഉപദേശിക്കുന്നു. ആദിദൈവികം, ആദിഭൗതികം, ആധ്യാത്മികം എന്നിങ്ങനെ 3 വിധത്തിലിരിക്കുന്ന ഏതൊരു ഭയത്തിൻ്റെയും നിവൃത്തിയെ വരുത്തുന്നതായ ഈ നാരായണ കവചത്തെ ജപിക്കുന്നതിനു മുമ്പ് കൈകാലുകൾ ജലം കൊണ്ട് കഴുകി ആചമനം ചെയ്ത് മൗനിയായിരുന്ന് അഷ്ടാക്ഷരം ദ്വാദശാക്ഷരം എന്ന 2 മന്ത്രങ്ങൾ കൊണ്ട് അംഗന്യാസ കരന്യാസങ്ങൾ ചെയ്യണം. വടക്കുമുഖമായി ഇരിക്കണം. ദർഭ കൊണ്ടുണ്ടാക്കിയ പവിത്രം എന്ന് പറയപ്പെടുന്ന മുദ്ര വിരലിൽ ധരിക്കണം. അതിനുശേഷം ശ്രീനാരായണനാകുന്ന ദേവതയോടുകൂടിയ കവചത്തെ, ശ്രീനാരായണ കവചം എന്ന മന്ത്രത്തെ ജപിക്കണം. പാദയോർജാനുനോരോർവോ ഉദരേ ഹൃദ്യതോരസി മുഖേ ശിരസ്യാനുപൂർവ്യാത് ഓങ്കാരാദീനി വിന്യസേത്. ഓം നമോ നാരായണായേതി വിപര്യയമദാഭിവ. ഓം നമോ നാരായണ എന്നാണ് അഷ്ടാക്ഷരമന്ത്രം. ഇതിലുള്ള 8 അക്ഷരങ്ങളെ ക്രമത്തിൽ 8 അവയവങ്ങളിൽ വിന്യസിക്കുന്നതിന് പ്രക്രമവിന്യാസം അല്ലെങ്കിൽ ഉത്പത്തി വിന്യാസം എന്നും, വിപരീത ക്രമത്തിൽ വിന്യസിക്കുന്നതിന് വ്യുത്ക്രമവിന്യാസം അല്ലെങ്കിൽ സംഹാരവിന്യാസം എന്നും പേർ. പാദങ്ങൾ, ജാനുക്കൾ, തുടകൾ, വയർ, ഹൃദയം, മാറിടം, മുഖം, ശിരസ് എന്ന 8 അംഗങ്ങളിൽ ഓരോ അക്ഷരത്തെ വിന്യസിക്കുന്നതിന് പ്രക്രമവിന്യാസം എന്നുപേർ. ശിരസ് മുതൽ പാദം വരെയുള്ള അവയവങ്ങളിൽ യകാരം മുതൽ ഓങ്കാരം വരെയുള്ള അക്ഷരങ്ങളെ വിന്യസിക്കുന്നതിന് വ്യുത്ക്രമ വിന്യാസം എന്നുപേർ. കരന്യാസം തദ കുര്യാദ്വാദശാക്ഷര വിദ്യയാ പ്രണവാദിയകാരാന്തം അങ്കുല്യങ്കുഷ്ടപർവസു. കരന്യാസത്തിന് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് 12 അക്ഷരമടങ്ങിയ മന്ത്രം ജപിക്കണം. വലത്തെ ചൂണ്ടുവിരൽ മുതൽ ഇടത്തെ ചൂണ്ടുവിരൽ വരെയുള്ള 8 വിരലുകളിൽ ഓങ്കാരം മുതൽക്കുള്ള 8 അക്ഷരങ്ങളെ ക്രമത്തിൽ വിന്യസിച്ച ശേഷം ബാക്കിയുള്ള 4 അക്ഷരങ്ങളെ പെരുവിരലുകളുടെ പർവ്വങ്ങളിൽ 2 വിരലുകളിൽ കൂടിയുള്ള 4 സന്ധികളിൽ വിന്യസിക്കണം. നസ്സേ ഹൃദയ ഓങ്കാരം വികാരമനുമൂർധനി ഷകാരം തൂ ഭ്രുവോർമധ്യേ നകാരം ശിഖയാദിശേത് വേകാരം നേത്രയോർയുഞ്ജ്യാത് നകാരം സർവസന്ധിഷു മകാരമസ്ത്രമുദ്ദിശ്യ മന്ത്രമൂർത്തിർഭവേദ്ബുധഃ സവിസർഗം ഫടം ദം തത് സർവദിക്ഷു വിനിർദിശേത്. ഓം വിഷ്ണവേ നമഃ ഇതി. പിന്നെ ഷഡക്ഷരമന്ത്രത്താൽ ഷഡംഗന്യാസത്തെ ഉപദേശിക്കുന്നു. ഓം വിഷ്ണവേ നമ എന്നാണ് 6 അക്ഷരമുള്ള മന്ത്രം. ഷ്ണ എന്ന അക്ഷരത്തിലെ ഷകാരത്തെയും നകാരത്തെയും വെവ്വേറെ എടുക്കുമ്പോൾ വിഷ്ണവേ നമഃ എന്ന് 6 അക്ഷരമുള്ളതായിത്തീരുന്നു.
ഇതിലെ ഓരോ അക്ഷരത്തോടും ഓങ്കാരത്തെ യോജിപ്പിച്ചും കൊണ്ട് ഹൃദയാദിസ്ഥാനങ്ങളിൽ വിന്യസിക്കണം. ഓങ്കാരത്തെ ഹൃദയത്തിലും വി എന്ന അക്ഷരമന്ത്രത്തെ മൂർധാവിലും ഷാകാരത്തെ പുരികങ്ങളുടെ മധ്യത്തിലും ണാകാരത്തെ ശിഖയിലും വേകാരത്തെ നേത്രങ്ങളിലും നകാരത്തെ സർവസന്ധികളിലും മകാരത്തെ സർവദിക്കുകളിലും അസ്ത്രമായിട്ടും വിന്യസിക്കണം. മഹ അസ്ത്രായ ഫഡ് എന്നാണ് അസ്ത്രമായിട്ട് ദിക്കുകളിൽ ബന്ധിക്കേണ്ടത്. ഇപ്രകാരമുള്ള ന്യാസത്തിൻ്റെ ബലമെന്തെന്നാൽ സാധകൻ ഉപാസിക്കുന്ന പുരുഷൻ മന്ത്രമൂർത്തിയായിട്ടും വിദ്വാനായിട്ടും ഭവിക്കുന്നു. ആത്മാനം പരമം ധ്യായേദ്ദേയം ഷഡ്ശക്തിഭിർയുധം വിദ്യാതേജസ്തപോ മൂർത്തിം ഇമം മന്ത്രമുദാഹരേത്. ന്യാസത്തെ ഉപദേശിച്ച ശേഷം ധ്യാനത്തെ ഉപദേശിക്കുന്നു. ഐശ്വര്യാദികളായ 6 വിധ ശക്തികളാൽ പൂർണ്ണനും വിദ്യ, തേജസ്, തപസ് എന്നിവയുടെ സ്വരൂപമായും ധ്യാനിപ്പാൻ യോഗ്യമായുമിരിക്കുന്ന പരമാത്മാവിൻ്റെ അവതാരമായ രാമകൃഷ്ണാദി സ്വരൂപങ്ങളിൽ ഇഷ്ടമായ ഒന്നിനെ ധ്യാനിക്കുകയും ഈ മന്ത്രം ആവർത്തിച്ച് ജപിക്കുകയും വേണം. ഓം ഹരിർവിദധ്യാൻ മമ സർവരക്ഷാം നെസ്ത്രാഗ്നിപത്മ പദകേന്ദ്രപൃഷ്ഠേ ധരാരി ചർമാസിഗതേഷു ചാപാശാന്തദാനോഷ്ടഗുണോഷ്ടബാഹു. ഇതുമുതൽ 23 ശ്ലോകം നാരായണ കവചമെന്ന മന്ത്രമാകുന്നു. 23 തത്വങ്ങളുടെ സംഘാതമാണ് അതാത് രൂപത്തിൽ ദുഃഖകാരണമായിരിക്കുന്നത്. ആ ദുഃഖനിവൃത്തിയെ ഉദ്ദേശിച്ചാണ് 23 പദ്യങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നത്. മനോവേഗത്തിൽ സഞ്ചരിക്കുന്ന ഗരുഡൻ്റെ പൃഷ്ഠത്തിൽ പാദപത്മങ്ങൾ സമർപ്പിച്ചും ശംഖം, ചക്രം, പരിച, വാൾ, ഗദ, ബാണം, വില്ല്, പാശം എന്ന ആയുധങ്ങൾ ധരിച്ചിരിക്കുന്ന 8 കൈകളോടും അണിമാദികളായ അഷ്ടൈശ്വര്യങ്ങളോടും കൂടിയിരിക്കുന്ന ശ്രീഹരി എല്ലാ ദിക്കിലും എല്ലാ കാലത്തും എന്നെ രക്ഷിക്കണം. ജലേഷു മാം രക്ഷതു മത്സ്യമൂർത്തിർ യാദോ ഗണേഭ്യോ വരുണസ്യ പാശാത് സ്ഥലേഷു മായാ വടുവാ മനോവ്യാത്രിവിക്രമക്കേവതു വിശ്വരൂപഃ. സാമാന്യേന ശ്രീഹരി സർവകാലത്തിലും സർവദേശത്തിലും രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ച ശേഷം ഓരോ ദേശത്തിലും കാലത്തിലും ഓരോ മൂർത്തിയെ ധരിച്ചിരിക്കുന്ന ഭഗവാൻ രക്ഷിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ജലത്തിൽ ജലജന്തുക്കളാകുന്ന വരുണപാശത്തിൽ നിന്ന് മത്സ്യരൂപനായ ഭഗവാൻ എന്നെ രക്ഷിക്കണം. മായ കൊണ്ട് വാമനനായി അവതരിച്ച ബ്രഹ്മചാരി ഭൂമിയിൽ എന്നെ രക്ഷിക്കണം. സ്ഥൂല രൂപത്തോടുകൂടി 3 അടി കൊണ്ട് ലോകത്തെ മുഴുവനും വ്യാപിച്ചു നിന്ന വിശ്വസ്വരൂപൻ ആകാശത്തിൽ എന്നെ രക്ഷിക്കണം. ദുർഗേഷഡവ്യാജിമുഖാദിഷു പ്രഭു പായാൻ നൃസിംഹോ സുരയൂഥപാരിഹി വിമുഞ്ചതോ യസ്യ മഹാട്ടഹാസം ദിശോ വിനേതുർനപദംശ്ച ഗർഭാഃ. യാതൊരുവൻ അട്ടഹസിച്ചപ്പോൾ സർവ്വദിക്കുകളിലും പ്രതിധ്വനി പുറപ്പെടുകയും അസുര സ്ത്രീകളുടെ ഗർഭം കലങ്ങുകയും ചെയ്തുവോ, അസുര സംഘാധിപനായ ഹിരണ്യകശിപുവിനെ സംഹരിച്ച സമർത്ഥനായ ആ നരസിംഹമൂർത്തി കാട്, യുദ്ധഭൂമി മുതലായ ദുർഗങ്ങളിൽ എന്നെ രക്ഷിക്കട്ടെ. രക്ഷത്ത സൗമാധ്വനി യത്നകൽപഃ സ്വദം ശ്രയോ നീതരോവരാഹഃ രാമോദ്രികൂടേശ്വത വിപ്രവാസേ സലക്ഷ്മണോ വ്യാത് ഭരതാഗ്രജോസ്മാൻ. അവയവങ്ങളെക്കൊണ്ട് യത്നത്തെ നിരൂപണം ചെയ്തവനും ദംഷ്ട്രാഗ്രത്താൽ ഭൂമിയെ രസാതലത്തിൽ നിന്ന് മേൽപോട്ട് ഉയർത്തിയവനുമായ വരാഹമൂർത്തി മാർഗത്തിൽ വഴി നടക്കുന്ന സമയത്തിൽ എന്നെ രക്ഷിക്കട്ടെ. പർവ്വതശിഖരങ്ങളിൽ പരശുരാമൻ എന്നെ രക്ഷിക്കട്ടെ. അന്യദേശത്തിൽ എന്നെ ലക്ഷ്മണഭരത സഹിതനായ ശ്രീരാമചന്ദ്രൻ രക്ഷിക്കട്ടെ. മാമുഗ്രധർമാദഖിലാത് പ്രമാദാത് നാരായണ പാതു നരശ്ചഹാസാത് ദത്തസ്തയോഗാദയോഗനാഥഃ പായാത് ഗുണേശ കപില കർമ്മബന്ധാത്. ആഭിചാരം മുതലായ ഉഗ്രധർമ്മത്തിൽ നിന്നും ചെയ്യേണ്ടതിനെ ചെയ്യാതിരിക്കുന്നതായ സകലവിധ പ്രമാദത്തിൽ നിന്നും എന്നെ നാരായണൻ രക്ഷിക്കട്ടെ. ഗർവത്തിൽ നിന്ന് നരൻ എന്നെ രക്ഷിക്കട്ടെ. യോഗഭ്രംശത്തിൽ നിന്ന് യോഗനാഥനായ ദത്താത്രേയൻ രക്ഷിക്കട്ടെ. കർമ്മബന്ധത്തിൽ നിന്ന് സത്വാദി ഗുണങ്ങളുടെ പ്രേരകനായ കപിലൻ രക്ഷിക്കട്ടെ. സനത്കുമാരോ വധു കാമദേവാത് ഹയശീഷ മാം പതി ദേവഹേളനാത് ദേവർഷിവര്യ പുരുഷാർച്ചനാന്തരാത് കൂർമോ ഹരിർമാം നിരയാദശേഷാത്. മന്മഥവേഗം നിമിത്തമുണ്ടാകുന്ന ദോഷത്തിൽ നിന്ന് സനത്കുമാരൻ എന്നെ പാലിക്കട്ടെ. വഴിയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്ധ്യന്മാരായ ദേവന്മാരെ വന്ദിക്കാതെ പോകുന്ന കുറ്റത്തിൽ നിന്ന് ഹയഗ്രീവൻ രക്ഷിക്കട്ടെ.
ശ്രീ ഭഗവാനെ പൂജിക്കുന്ന സമയത്തിൽ നേരിടുന്ന അപരാധത്തിൽ നിന്ന് ശ്രീനാരദൻ രക്ഷിക്കട്ടെ. സകലവിധ സങ്കടത്തിൽ നിന്നും കൂർമ്മമൂർത്തിയായ ശ്രീഹരി രക്ഷിക്കട്ടെ. ധന്യൊന്തരിർ ഭഗവാൻ പാത്വപദ്യാത് ദ്വന്ദ്വാദ്ഭയാദ് ഋഷഭോ നിർജിതാത്മാ യത്നശ്ച ലോകാദവതാ ജനാന്താത് ബലോഗണാത് ക്രോധവശാദഹീന്ദ്രഃ. അപഥ്യമായ ഭക്ഷണം നിമിത്തമുണ്ടാകുന്ന രോഗത്തിൽ നിന്ന് ധന്വന്തരിയായി അവതരിച്ച ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ. ഇന്ദ്രിയങ്ങളെ ജയിച്ചിരിക്കുന്ന ഋഷഭദേവൻ ശീതോഷ്ണാദി ഭയത്തിൽ നിന്ന് എന്നെ രക്ഷിക്കട്ടെ. ലോകാപവാദത്തിൽ നിന്ന് യത്നമൂർത്തി പാലിക്കട്ടെ. ജനങ്ങൾ നിമിത്തം നേരിടുന്ന ആപത്തിൽ നിന്ന് ബലരാമൻ രക്ഷിക്കട്ടെ. ക്രോധത്തിന് അധീനമായിരിക്കുന്ന സർപ്പസമൂഹത്തിൽ നിന്ന് സർപ്പാധിപനായ ആദിശേഷമൂർത്തി എന്നെ രക്ഷിക്കട്ടെ. ദ്വൈപായനോ ഭഗവാനപ്രബോധാത് ബുദ്ധസ്തു പാകണ്ഡഗണാത് പ്രമാദാത് കൽക്കി കലേ കാലമലാത് പ്രഭാതൂ ധർമാവനായോരു കൃതാവതാരഃ. ലോകത്തിൽ ആത്മബോധത്തെ പ്രകാശിപ്പിക്കുന്നവനായി അവതരിച്ച ഭഗവാൻ വ്യാസമുനി അജ്ഞാനത്തിൽ നിന്ന് എന്നെ രക്ഷിക്കട്ടെ. വേദത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന പാകണ്ഡന്മാരിൽ നിന്നും വേദവിഹിത കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ നേരിടുന്ന ആലസ്യത്തിൽ നിന്നും ബുദ്ധദേവൻ രക്ഷിക്കട്ടെ. ധർമ്മത്തെ നിലനിർത്തുവാനായി ബഹുവിധങ്ങളായ അവതാരങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഭഗവാൻ കൽക്കി കലിദോഷത്തിൽ നിന്നും രക്ഷിക്കട്ടെ. മാം കേശവോ ഗദയാ പ്രാതരവ്യാത് ഗോവിന്ദ സംഗവമാത്തവേണുഃ നാരായണ പ്രാഹ്ണ ഉദാത്ത ശക്തിർ മദ്യന്തിനെ വിഷ്ണുരരീന്ദ്രപാണിഃ. ദിവസത്തെ 6 ഭാഗിച്ചിട്ട് അതാതു സമയത്തിൽ അതാതു മൂർത്തി രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാതകാലത്തിൽ 5 നാഴിക പുലരുന്നതുവരെയുള്ള സമയം കേശവൻ ഗദ കൊണ്ടെന്നെ രക്ഷിക്കട്ടെ. 6 മുതൽ 10 നാഴിക വരെ ആസംഗവം എന്നു പേരായ സമയത്തിൽ വേണുവിനെ ധരിച്ചിരിക്കുന്ന ഗോവിന്ദൻ രക്ഷിക്കട്ടെ. 11 മുതൽ 15 നാഴിക വരെ പ്രാഹ്ണം എന്നു പേരായ സമയത്തിൽ ഉത്കട ശക്തിയോടുകൂടിയ നാരായണൻ രക്ഷിക്കട്ടെ. 16 മുതൽ 20 നാഴിക വരെ മധ്യാഹ്നം എന്നു പേരായ സമയത്തിൽ ഉത്കൃഷ്ടമായ ചക്രം ധരിച്ചിരിക്കുന്ന വിഷ്ണു രക്ഷിക്കട്ടെ. ദേവോപരാഹ്ണേ മധുഹോഗ്രധന്വാസായം ത്രിധാമാവതു മാധവോ മാം ദോഷേ ഹൃഷീകേശ ഉദാർത്തരാത്രേ നിശീതയേ ഗോവതു പത്മനാഭഃ. 21 മുതൽ 25 നാഴിക വരെ അപരാഹ്നം എന്നുപേരായ സമയത്തിൽ അസുരഭയങ്കരമായ ശാർങ്കം എന്ന വില്ലിനെ ധരിച്ചിരിക്കുന്ന മധുവൈരിയായ ദേവൻ എന്നെ രക്ഷിക്കട്ടെ. 26 മുതൽ 30 നാഴിക വരെ സായങ്കാലം എന്നുപേരായ സമയത്തിൽ സച്ചിദാനന്ദ വിഗ്രഹനായ മാധവൻ രക്ഷിക്കട്ടെ. രാത്രിയിൽ 4 നാഴിക വരെ പ്രദോഷം എന്ന സമയത്തിൽ ഹൃഷീകേശൻ രക്ഷിക്കട്ടെ. അർദ്ധരാത്രിയിലും 5 നാഴിക മുതൽ 14 നാഴിക വരെയുള്ള സമയത്തിലും 15 മുതൽ 16 നാഴിക കാലമായ നിശീതത്തിലും പത്മനാഭൻ ഏകൻ എന്നെ രക്ഷിക്കട്ടെ. ശ്രീവത്സദാമ പരരാത്ര ഈശഃ പ്രത്യൂഷ ഈശോ സിതരോ ജനാർദ്ദനഃ ദാമോദരോ വ്യാതനുസന്ധ്യം പ്രഭാതേ വിശ്വേശ്വരോ ഭഗവാൻ കാലമൂർത്തിഃ. നിശീതം മുതൽ അരുണോദയത്തിന് മുമ്പുള്ള കാലമായ അപരരാത്രത്തിൽ മാറിടത്തിൽ ശ്രീവത്സം എന്ന മറവോടുകൂടിയ ഈശ്വരൻ എന്നെ രക്ഷിക്കട്ടെ. അരുണോദയം ആരംഭിക്കുന്ന സമയമായ പ്രത്യൂഷത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന അവിദ്യയെ നശിപ്പിക്കുന്ന ജനാർദ്ദനൻ വാൾ ധരിച്ചും കൊണ്ട് എന്നെ രക്ഷിക്കട്ടെ. എല്ലാ സന്ധ്യകളിലും ദാമോദരൻ രക്ഷിക്കട്ടെ. സൂര്യോദയം അടുത്തിരിക്കുന്ന കാലമായ പ്രഭാതത്തിൽ കാലസ്വരൂപനായ ഭഗവാൻ വിശ്വേശ്വരൻ എന്നെ രക്ഷിക്കട്ടെ. ചക്രം യുഗാന്താനലദിഗ്മനേമി ഭ്രമത്സമന്താത് ഭഗവത് പ്രയുക്തം ദന്തഗ്ധി ദന്തഗ്ധരി സൈന്യമാശു കക്ഷം യഥാവാദ സഗോഹുദാശഃ. ഭഗവാൻ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ശേഷം ഭഗവാന്റെ ആയുധങ്ങൾ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യുഗാവസാനത്തിൽ ജ്വലിക്കുന്ന അഗ്നി എന്ന പോലെ തീക്ഷ്ണമായിരിക്കുന്ന ധാരയോടുകൂടിയ ചക്രം ഭഗവാനാൽ പ്രേരിപ്പിക്കപ്പെട്ടതായിട്ട് എൻ്റെ 4 ഭാഗത്തും സഞ്ചരിച്ചുകൊണ്ട്, ഹേ ചക്രായുധമേ, വായുവിൻ്റെ സഹായത്തോടുകൂടിയ അഗ്നി ഉണങ്ങിയ തൃണങ്ങളെ ദഹിപ്പിക്കുന്നത് പോലെ എൻ്റെ ശത്രു സൈന്യത്തെ ദഹിപ്പിച്ചാലും. ഗതേ അശനിസ്പർശന വിസ്ഫുലിംഗേ നിഷ്പിണ്ഡ്യ ജിതപ്രയാസി കൂഷ്മാണ്ഡവൈനായക യക്ഷരക്ഷോ ഭൂതഗ്രഹം ചൂർണയാരിൻ. വജ്രായുധമെന്ന പോലെ അതീവ കഠിനമായ സ്പർശനത്തോടു കൂടിയ ഹേ ഗദേ, നീ ഭഗവാന്റെ പ്രിയപ്പെട്ട ആയുധമാകുന്നു. ഞാൻ ഭഗവാന്റെ ദാസനുമാണ്. കൂഷ്മാണ്ഡം, വൈനായകൻ, യക്ഷസ്, രക്ഷസ്, ഭൂതങ്ങൾ മുതലായ ഗ്രഹങ്ങളെ
നീ നിഷ്പീഡനം ചെയ്യുക, ശത്രുക്കളെ പൊടിപൊടിയാക്കുക. ത്വം യാതുദാന പ്രമദ പ്രേതമാതൃപിശാച വിപ്രഗ്രഹഘോരദൃഷ്ടീൻ ധരേന്ദ്രവിദ്രാവയ കൃഷ്ണപൂരിതോ ഭീമസ്വനോരേർ ഹൃദയാനി കമ്പയൻ. അല്ലയോ പാഞ്ചജന്യമേ, നീ ഭഗവാന്റെ മുഖമാരുതനാൽ ശബ്ദിക്കപ്പെടുമ്പോൾ ഭയങ്കര ശബ്ദത്തെ പുറപ്പെടുവിച്ചും കൊണ്ട് രാക്ഷസന്മാർ, പ്രമദാദികളായ രുദ്രഗണങ്ങൾ, ബ്രഹ്മരാക്ഷസന്മാർ, ഭയങ്കര ദൃഷ്ടികളോടുകൂടിയ മറ്റു ഭൂതങ്ങൾ മുതലായവരിൽ എന്നെ എതിർക്കുന്ന ഏതൊരു ശത്രുവിൻ്റെയും ഹൃദയങ്ങളെ ചലിപ്പിച്ചും കൊണ്ട് ആ ശത്രുവിനെ ദൂരെ ഓടിച്ചാലും. ത്വം തിഗ്മധാരാസി വരാരി സൈന്യം ഈശപ്രയുക്തോ മമ ചിന്തി ചിന്തി ചക്ഷുംഷി ചർമ്മച്ഛതചന്ദ്രചാതയാ ദ്വിഷാമഗോനാം ഹരപാപചക്ഷുഷാം. തീക്ഷ്ണമായ ധാരയോടുകൂടിയ ഹേ അസീവര, ഭഗവാന്റെ ആജ്ഞയോടുകൂടി നീ എൻ്റെ ശത്രു സൈന്യത്തെ ക്ഷണത്തിൽ ഛേദിച്ചു കളയുക. ചന്ദ്രാകാരമായ അനേകം പുള്ളികളോടുകൂടിയ ഹേ ചർമ്മമേ, നീ യാഗവിഘ്നം ചെയ്യുന്നവരുടെ നേത്രങ്ങളെ മറയ്ക്കുക. എൻ്റെ നേരെ ഉഗ്രമായി നോക്കുന്നവരുടെ കണ്ണുകളെ നശിപ്പിക്കുക. എന്നോഭയം ഗൃഹേഭ്യോ ഭൂതേതുഭ്യോ നൃഭ്യയേവ വാ സരീസൃഭേഭ്യോ ദംഷ്ട്രിഭ്യോ ഭൂതേഭ്യോം അംഹോഭ്യയേവ വാ. സർവാണ്യേതാനി ഭഗവൻ നാമരൂപാസ്ത്രകീർത്തനാത് പ്രയാന്തു സംശയം സദ്യ ഏന ശ്രേയ പ്രദീപകാഹ. സൂര്യാദി നവഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ, ദുർജനങ്ങൾ, സർപ്പാദികളായ ഇഴജന്തുക്കൾ, ദംഷ്ട്രങ്ങളുള്ള വ്യാഘ്രസിംഹാദികൾ, ഭൂതപ്രേതാദികൾ, പാപങ്ങൾ, ഇവയിൽ നിന്ന് യാതൊരു ഭയം ഞങ്ങൾക്കുണ്ടാകുന്നുവോ അവയൊക്കെയും ഞങ്ങളുടെ ശ്രേയസ്സിനെ തടസ്സപ്പെടുത്തുന്നവരെല്ലാം ഭഗവാന്റെ നാമരൂപങ്ങളെയും അസ്ത്രങ്ങളെയും കീർത്തിക്കുന്നത് കൊണ്ടുതന്നെ നിശേഷം നശിക്കട്ടെ. ഗരുഡോ ഭഗവാൻ സ്തോത്രസ്തോഭച്ഛന്തോമയ പ്രഭു രക്ഷത്വ ശേഷകൃച്ഛ്രേഭ്യോ വിശ്വക്സേന സ്വനാമഭിഃ. ബൃഹദ്രഥന്തരങ്ങൾ എന്നുപേരുള്ള സാമങ്ങൾ കൊണ്ട് ഭഗവാനെ സ്തോത്രം ചെയ്യുന്നവനും ഭഗവത് അനുഗ്രഹത്താൽ ജ്ഞാനാദികളായ 6 ഗുണങ്ങൾ തികഞ്ഞവനും രക്ഷിപ്പാൻ സമർത്ഥനുമായ ഗരുഡൻ ഞങ്ങളെ സകല സങ്കടങ്ങളിൽ നിന്നും രക്ഷിക്കട്ടെ. ഭക്തന്മാരെ സംരക്ഷിപ്പാനും ദുഷ്ടന്മാരെ സംഹരിപ്പാനും എല്ലാ ദിക്കിലും സൈന്യങ്ങളെ ഉറപ്പിച്ചിരിക്കുന്ന ശ്രീ ഭഗവാൻ സ്വനാമകീർത്തനം ചെയ്യുന്ന ഞങ്ങളെ രക്ഷിക്കട്ടെ. സർവാപത്യോ ഹരേർനാമാരൂപയാനായുധാനിനഃ ബുദ്ധീന്ദ്രിയമനപ്രാണാൻ പാന്തുപാർഷദഭൂഷണാഃ. ഭഗവാന്റെ നാമങ്ങൾ, രൂപങ്ങൾ, വാഹനങ്ങൾ, ആയുധങ്ങൾ ഇവയും പാർഷദ മുഖ്യന്മാരും സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളുടെ ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, പ്രാണങ്ങൾ ഇവയെ പാലിക്കട്ടെ. യഥാഹി ഭഗവാനേവ വസ്തുതഃ സദസച്ചയത് സത്യേനാനേന നഃ സർവേ യാന്തു നാശമുപദ്രവാഃ. ഇതുമുതൽ 3 പദ്യം കൊണ്ട് ശപഥപൂർവകം രക്ഷയെ പ്രാർത്ഥിക്കുന്നു. മൂർത്തമായും അമൂർത്തമായും സ്ഥൂലമായും സൂക്ഷ്മമായും ഇരിക്കുന്ന ഈ ലോകം സമസ്തവും ഭഗവാൻ തന്നെയെന്നു സിദ്ധാന്തിക്കുന്ന ശാസ്ത്രവാക്യം സത്യമായതിനാൽ ആ സത്യപ്രകാരം ഞങ്ങളുടെ സർവോപദ്രവങ്ങളും നശിക്കട്ടെ. യഥൈകാത്മ്യാനുഭാവാനാം വികൽപരഹിത സ്വയം ഭൂഷണായുധലിംഗാഖ്യ ദത്തേ ശക്തി സ്വമായയാ. ലോകത്തിൽ കാണുന്നത് സർവവും ഭഗവത് രൂപം തന്നെ എന്ന് ധ്യാനിക്കുന്നവർക്ക് ഭേദരഹിതനായിട്ടും ആവിധം ഭാവിക്കാത്തവർക്ക് കൗസ്തുഭാദി ഭൂഷണങ്ങൾ, സുദർശനാദികളായ ആയുധങ്ങൾ, ചതുർഭുജത്വാദി ചിഹ്നങ്ങൾ, രാമകൃഷ്ണാദി നാമധേയങ്ങൾ, ജ്ഞാനവൈരാഗ്യാദി ശക്തികൾ എന്നിവയെ സ്വമായ കൊണ്ട് ധരിക്കുന്നവനുമായിട്ടിരിക്കുന്നു എന്ന് ശാസ്ത്രത്തിൽ പറയുന്നത് സത്യമായതിനാൽ ആ സത്യത്താൽ ഞങ്ങളുടെ സർവോപദ്രവങ്ങളും നശിക്കട്ടെ. തേനൈവ സത്യമാനേന സർവജ്ഞോ ഭഗവാൻ ഹരിഃ പാതു സർവൈ സ്വരൂപേർന സദാ സർവത്ര സർവഗഃ. ആ സത്യപ്രമാണമനുസരിച്ച് സർവജ്ഞനും അചിന്ത്യമായ ഐശ്വര്യത്താൽ പരിപൂർണനും സർവത്ര വിളങ്ങുന്നവരുമായ ശ്രീഹരി എല്ലാ രൂപങ്ങളെ കൊണ്ടും എല്ലായ്പ്പോഴും എല്ലാ ദിക്കിലും ഞങ്ങളെ പാലിക്കട്ടെ. വിദിക്ഷു ദിക്ഷുർദ്വമദഃ സമന്താദ് അന്തർബഹിർഭഗവാൻ നാരസിംഹഃ പ്രഹാഭയം ലോകഭയം സ്വനേന സ്വതേജസാഗ്രസ്ത സമസ്തതേജാഃ. വന്യാദി കോണുദിക്കുകൾ 4ലും പ്രധാനങ്ങളായ 4 ദിക്കുകളിലും താഴത്തും മുകളിലും 4 ഭാഗത്തും ഉള്ളിലും പുറത്തും നേരിടുന്ന ലോകഭയത്തെ തൻ്റെ അട്ടഹാസ ശബ്ദത്താൽ തന്നെ നിശേഷം നശിപ്പിക്കുന്നവനും തൻ്റെ പ്രഭാവത്താൽ
മറ്റുള്ള സകലരുടെ പ്രഭാവത്തെയും ഉള്ളിലടക്കുന്നവനുമായ നരസിംഹമൂർത്തിയായ ഭഗവാൻ ഞങ്ങളെ സർവഭയത്തിൽ നിന്നും രക്ഷിക്കട്ടെ. മഗവന്നിതമാഖ്യാതം വർമ്മനാരായണാത്മകം വിജേഷ്യസ്യഞ്ജസായേന ദംശിതോസുരയൂഥപാൻ. ഇപ്രകാരം നാരായണ കവചം ഉപദേശിച്ച ശേഷം അതിൻ്റെ ബലത്തെ ഉപദേശിക്കുന്നു. ഹേ ഇന്ദ്ര, നാരായണ സ്വരൂപമായ ഈ കവചത്തെ അങ്ങേക്ക് ഞാൻ ഉപദേശിച്ചു. ഇതിനെക്കൊണ്ട് സർവാംഗ രക്ഷ ചെയ്തു കൊള്ളുക. പ്രയാസം കൂടാതെ അസുര സംഘാധിപന്മാരെ അങ്ങു ജയിക്കും. ഏതദ്ധാരയമാണസ്തു യം യം പശ്യതി ചക്ഷുഷ പദാവ സംസ്പൃശേ സദ്യ സാധ്വസ്സാസ വിമുച്യതേ. ഈ കവചത്തെ ധരിക്കുന്ന പുരുഷൻ തൻ്റെ ദൃഷ്ടി കൊണ്ട് യാതൊരുവനെ നോക്കുന്നുവോ കാൽ കൊണ്ട് സ്പർശിക്കുന്നുവോ ആ പുരുഷൻ്റെ സകല ഭയവും അപ്പോൾ തന്നെ നശിക്കും. ന കുതശ്ചിത് ഭയം തസ്യ വിദ്യാം ധാരയതോ ഭവേത് രാജദസ്യുഗ്രഹാദിഭ്യോ വ്യാക്രാദിഭ്യശ്ച കർഹ്യജിത്. ഈ വിദ്യ ധരിക്കുന്നവന് രാജാക്കന്മാർ, കള്ളന്മാർ, ഗ്രഹങ്ങൾ എന്നിവരിൽ നിന്നോ മറ്റു യാതൊന്നിൽ നിന്നുമോ ഒരു കാലത്തും ഭയം നേരിടുകയില്ല. ഇമാം വിദ്യാം പുരാ കശ്ചിത് കൗശികാധാരയൻ ദ്വിജഃ യോഗധാരണയാ സ്വാംഗം ജഹൗ സമരുധന്വനി. ഈ വിദ്യയുടെ പ്രഭാവത്തെ ഒരു കഥ കൊണ്ട് വെളിപ്പെടുത്തുന്നു. പണ്ട് കുശികകുലത്തിൽ ജനിച്ച ഒരു ബ്രാഹ്മണൻ ഈ വിദ്യയെ അഭ്യസിച്ചു. ഓരോ അംഗത്തെയും ഈ കവചമന്ത്രത്താൽ ബന്ധിച്ചു. വെള്ളമില്ലാത്ത ദേശത്തിൽ ശരീരത്തെ ഉപേക്ഷിച്ചു. തസ്യോപരി വിമാനേന ഗന്ധർവപ്പതിരേകത യയോ ചിത്രരഥ സ്ത്രീഭിർഹൃദോ യത്ര ദ്വിജക്ഷയഃ. ബ്രാഹ്മണൻ ദേഹത്തെ ഉപേക്ഷിച്ച ആ സ്ഥലത്തിൻ്റെ മേൽഭാഗത്തുകൂടി ഒരു നാൾ വിമാനത്തിലിരുന്ന് സ്ത്രീകളോടുകൂടി ചേർന്ന് ഗന്ധർവപതിയായ ചിത്രരഥൻ സഞ്ചരിച്ചു. ഗഗനാനന്യപദത് സദ്യ സവിമാനോ ഹ്യവാക്ഷിരാഃ സവാലകില്യവജനാതസ്തീന്യാദായ വിസ്മിതഃ പ്രാസ്യപ്രാചീ സരസ്വത്യാം സ്നാത്വാ താമസമന്വഗാത്. അവൻ വിമാനത്തോടുകൂടി തലകീഴായിട്ട് ആകാശത്തിൽ നിന്നുടനെ ഭൂമിയിലേക്ക് വീണു. അതിൻ്റെ കാരണം വാലക്കില്യന്മാർ എന്ന മുനിമാർ ആ ഗന്ധർവാധിപനോട് പറഞ്ഞു. അവൻ അത് കേട്ട് ആശ്ചര്യഭരിതനായി. ഉടനെ എല്ലുകളെടുത്ത് കിഴക്കോട്ടൊഴുകുന്ന സരസ്വതീ നദിയിൽ എറിഞ്ഞു. അതിൽ സ്നാനം ചെയ്ത ശേഷം സ്വസ്ഥാനത്തെ പ്രാപിച്ചു. ശ്രീ ശുക ഉവാച യൈദം ശൃണുയാത് കാലേ യോ ധാരയതി ചാധൃതഃ തം നമസ്യന്തി ഭൂതാനി മുച്യതേ സർവതോ ഭയാത്. ശ്രീ ശുകമുനി അരുളി ചെയ്തു, യാതൊരുവൻ ഈ കവചത്തെ പ്രാതകാലത്തിലോ ഭയം നേരിട്ടിരിക്കുന്ന അവസരത്തിലോ കേൾക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നുവോ അവനെ ഭൂതങ്ങൾ നമസ്കരിക്കും. അവൻ സർവഭയത്തിൽ നിന്നും മുക്തനാകും. ഏതാം വിദ്യാമധിഗതോ വിശ്വരൂപ ശതക്രതൂഹു ത്രൈലോക്യലക്ഷ്മീം ബുഭുജേ വിനിർജിത്യ മൃതേസുരാൻ. ഈ വിദ്യയെ വിശ്വരൂപനിൽ നിന്ന് ധരിച്ച ദേവേന്ദ്രൻ യുദ്ധത്തിൽ അസുരന്മാരെ ജയിച്ച ശേഷം ത്രിലോകാധിപത്യത്തെ അനുഭവിച്ചു. 8-ാമത്തെ അധ്യായം സമാപിച്ചു. 9-ാം അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.